ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സരി സന്തോഷത്തോടു കൂടി തന്നെയാണ് ജോലിക്ക് പോകുന്നത് കേട്ടോ. കാരണം കല്യാണി 2-3 ദിവസത്തേക്ക് ഒറ്റക്ക് രൂപയുടെയും ചന്ദ്രസന്റെ വീട്ടിലേക്ക് കിട്ടിയിരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സരിവിന് ഭയങ്കര സന്തോഷമാണ്. ഈ അവസരം എങ്ങനെയെങ്കിലും മുതലെടുക്കണം. ആദ്യം തന്റെ അച്ഛൻ കല്യാണിനെ കൊല്ലാൻ വേണ്ടി പോയി. അവൾക്കൊരു കുത്തു കൊടുത്തെങ്കിലും അവൾ മരിച്ചില്ല. എന്റെ അച്ഛനാണ് അതിന് പകരമായിട്ട് കിരൺ ജീവൻ എടുത്തത്. കിരൺ ആയതുകൊണ്ട് മാത്രം ഞാൻ അത് ക്ഷമിച്ചു. പിന്നീട് വിക്രം പരോളി ഇറങ്ങിയിട്ട് അവളെ കൊല്ലാൻ വേണ്ടി നിന്നു. അതും സംഭവിച്ചില്ല. അവിടുന്നും അവൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. പക്ഷെ ഇനി അത് സംഭവിക്കില്ല. ഇനി എന്തായാലും ഞാൻ തന്നെ മുൻകൈ എടുക്കാൻ വേണ്ടി പോകാണ്. അതെ, ഇപ്പൊ തന്നെ ഒരു ഗുണ്ടനെ വിളിച്ച് ഏർപ്പാടാക്കണം. ഇതുവരെ ജോലി ചെയ്ത് സമ്പാദിച്ച പൈസ എല്ലാം അയാൾക്ക് കൊടുത്താലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലൊക്കെ കാര്യം നടത്തരാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞിട്ട് സരിയു അന്ന് ഓഫീസിൽ നേരത്തെ ഇറങ്ങാട്ടാ. ഹരിയേട്ടാ, ഇന്ന് എനിക്ക് നേരത്തെ ഇറങ്ങണം എന്ന് പറയണം. ഹരിയേട്ടൻ പറയണ്ട. അതെന്താ സരിയു ഇന്ന് നേരത്തെ ഇറങ്ങണത്? വേറൊന്നുമല്ല, കല്യാണി ആന്റിയുടെയും അങ്കിളുടെയും വീട്ടിലാണ് വന്നിരിക്കുന്നത്. 2-3 ദിവസം അവിടെ ഉണ്ടാകും. അവൾ അവിടെ ഒറ്റയ്ക്കല്ലേ, ബോറടിക്കില്ലേ. അതുകൊണ്ട് വെറുതെ ഒന്ന് പോയി സംസാരിക്കാൻ വിചാരിച്ചു. ഓ അങ്ങനെയാണല്ലേ, ശരിയെങ്കിൽ നേരത്തെ പോയിക്കോ എന്ന് പറയണം. അങ്ങനെ സരിയോ നേരത്തെ ഇറങ്ങിയിട്ട് പോയി കാണുന്നത്, ആദ്യം കാണുന്ന ഒരു ഗുണ്ടേനെയാണ് കേട്ടോ. അപ്പൊ ആ ഗുണ്ടേനെ കണ്ട സരിയുവാണെങ്കിൽ ഗുണ്ടെടുത്ത് പറയണ്ട്, ആ നേരം 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാണ്. എന്നിട്ട് പറയണ്ട്, ഇനി അവള് മരിച്ചതിന് ശേഷം 2 ലക്ഷം രൂപ കൂടി തരും. പക്ഷെ അവളെ കൊന്നിരിക്കണം. ഒറ്റ ജീവൻ പോലും അവളുടെ ശരീരത്തിൽ ബാക്കി ഉണ്ടാവാൻ പാടില്ല. കാരണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നവളാണ് ഈ കല്യാണി എന്ന് പറഞ്ഞവള്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ അവളെ നീക്കം ചെയ്യുമ്പോൾ തുടച്ച് നീക്കം ചെയ്യണം. ഒരിക്കലും ഒരിക്കലും ഒരിറ്റു ജീവൻ പോലും അവളുടെ ശരീരത്തിൽ ബാക്കി ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഞങ്ങൾ ഏറ്റു. മേഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഈ കല്യാണി എന്ന് പറഞ്ഞ ഈ പെണ്ണ് എപ്പം മരിച്ചെന്ന് വിചാരിച്ചാൽ മതി. സരിയോ പറയണ്ട, നിങ്ങൾ ഇങ്ങനെ പറയും. നിങ്ങളെപ്പോലെ ഇതിനു മുമ്പും ഒരുപാട് ഗുണ്ടകൾ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അവളെ കൊല്ലാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടേ ഉള്ളൂ. പിന്നെ എന്റെ അച്ഛൻ പോലും അവളെ കൊല്ലാൻ വേണ്ടി പോയപ്പോ എന്റെ അച്ഛനാണ് അവസാനം മരിച്ചത്. അവൾക്ക് ഒരു കുഴപ്പമില്ല. അവളുടെ സ്വന്തം ആങ്ങള അവളെ കൊല്ലാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പോയിരുന്നു. പക്ഷെ അവരുടെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ അവരെ തലക്കടിച്ച് കൊന്നിട്ടാണ് അവളെ രക്ഷിച്ചത്. അതുകൊണ്ട് ഒരു പ്രത്യേക തരം ജന്മമാണ്. തല്ലിക്കൊല്ലാൻ നോക്കിയാലും മരിക്കാത്തൊരു ജന്മം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അവളെ കൊന്നിരിക്കണം. ഇത് നിങ്ങൾ അവരെ കൊന്നു ഞാൻ എന്റെ സമ്പാദ്യം ഫുള്ളും ഞാൻ നിങ്ങൾക്ക് തരാം. അത്ര എനിക്ക് അവളെ എന്റെ ജീവിതത്തിന് തുടച്ചു മാറ്റിയേ പറ്റൂ. മേഡം ഇന്നിപ്പോ അവൾ എവിടെയുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾ അവിടെ പോയി തൂക്കിയെടുത്തിട്ട് അവരെ കൊന്നോളാം. അയ്യോ, നിങ്ങൾ അവളെ പോയി തൂക്കിയെടുത്ത് ചെയ്യണം വേണ്ട, ഞാൻ പറയണ പോലെ ചെയ്താൽ മതി. അവൾ ഇപ്പോൾ ഉള്ളത് വീട്ടിലാണ്. വീട്ടിൽ എന്റെ അമ്മയും അവളും മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ എന്റെ അമ്മയടുത്ത് പറഞ്ഞോളാം. നിങ്ങൾ വരുമ്പോ അമ്മ വാതിലൊക്കെ തുറന്നിട്ടോളും. പിന്നെ അവള് കിടക്കുന്ന ഏറ്റവും മുകളിലെ റൂമിലാണ്. അവൾ ഒറ്റക്കായിരിക്കുണ്ടാവും. അവളുടെ കൂടെ ആരും ഉണ്ടാവില്ല. അവളുടെ കയ്യിൽ ആയുധങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം ശത്രുക്കളെല്ലാം മരിച്ചതിന്റെ സന്തോഷത്തിലാണ് അവര്. ആയുധങ്ങളൊന്നും തന്നെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അവളെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കും. ശ്വാസം മുട്ടിച്ചോ കത്തിവെച്ചോ കുത്തിയോ എങ്ങനെ വേണമെങ്കിൽ കൊന്നോ. അവർക്ക് ഇതിനു മുമ്പ് ഒരുപാട് ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒരു ശത്രു കൊന്നതാണെന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശരി മേഡം രാത്രി സമയവും കാര്യങ്ങളും പറഞ്ഞാൽ മതി, ലൊക്കേഷനും തന്നാൽ മതി, ഞാൻ അവിടെ പോയി കാര്യം സാധിച്ചോളാം. ശരി, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം സരിയു ഷാരിനെ വിളിക്കുകയാണ്. അമ്മ വീട്ടിലല്ലേ? അതേ മോളെ, അമ്മ ഒരു 10 മിനിറ്റ് കടയിൽ പോണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് നമ്മുടെ ആ മറ്റേ ജംഗ്ഷനിലുള്ള ഷോപ്പില്ലേ അവിടെ വരണം എന്ന് പറയണം. എന്താ മോളെ, അത്യാവശ്യമാണോ? അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നിങ്ങൾ വരുള്ളൂ. എനിക്ക് നിങ്ങളുടെ ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതിനെ വേണ്ടിയാ നിങ്ങളെ വിളിക്കുന്നത്. എന്താ, നിങ്ങൾക്ക് വരാൻ പറ്റില്ലേ? അയ്യോ മോളെ, ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ ഇപ്പൊ തന്നെ വരാം. പിന്നെ വരുമ്പോ കല്യാണത്ത് പറയണം കുഞ്ഞിനെ വാങ്ങിക്കാൻ വേണ്ടി, എന്തൊരു സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് എന്ന് വേണം പറയാനായിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം മോളെ. ശരി എങ്കിൽ അവിടെ കാത്തിരിക്കാം, എത്രയും പെട്ടെന്ന് വാ. ശരി എന്ന് പറഞ്ഞിട്ട് ഷാരി ഫോം വെക്കാണ്. ശേഷം കല്യാണെടുത്ത് പറയണ്ട, മോളെ എനിക്ക് അത്യാവശ്യമായിട്ട് കുഞ്ഞിനും അതുപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. തൊട്ടടുത്ത കടയിൽ വരെ ഒന്ന് പോകുവാണ്. മോളിവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? അല്ലാണ്ട് ഞാനും വേണമെങ്കിൽ വരാം. അയ്യോ മോൾക്ക് വയ്യാതിരിക്കല്ലേ? മോളെങ്ങനെ പുറത്തിറങ്ങിക്കന്നെ കിരൺ മോൻ എന്നെ വഴക്കറിയും. മോൾ ഇവിടെ തന്നെ ഇരുന്നു, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഒരു 10 മിനിറ്റ്, അതിനൊപ്പം പോവില്ല. ശരി ആന്റി, ഞാൻ എന്നാ ഇവിടെ നിന്നോളാം എന്ന് കല്യാണി പറയാണ്. അങ്ങനെ ഷാരി അവിടെ നേരെ സരിയുവിനെ കാണാൻ വേണ്ടി ആ ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ. സരിയുവിനോട് ചോദിക്കണ്ടേ, എന്താ മോളെ, എന്താ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞത്? കല്യാണി വീട്ടിൽ ഒറ്റക്കാണല്ലോ അല്ലെ? അതെ, അവൾക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല,
ഞാൻ കടയിൽ പോകാന്ന് പറഞ്ഞിട്ടാ പോയത്. അവള് വരാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സുഖമില്ലാതിരിക്കല്ലേ, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിർത്തിയിട്ടാണ് വന്നത്. അല്ല മോൾ കാര്യം എന്താന്ന് പറ എന്ന് പറയുമ്പോൾ സരിയു പറയുന്നുണ്ട്, കല്യാണിന് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടിയത്, അത് നമ്മൾ മാക്സിമം മുതലെടുക്കണം. അല്ല മോൾ എന്താ പറഞ്ഞു വരുന്നത്? വേറൊന്നുമല്ല, അവളെ കൊല്ലണോന്ന്. കൊല്ലണോന്നോ? എന്താ നിങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ കേട്ടില്ലേ? എന്താ നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചെയ്തില്ലേ? മോളെ ഞാൻ എങ്ങനെയാ കൊല്ലുക എന്ന് പറയുമ്പോഴേക്കും, അയ്യോ നിങ്ങൾ കൊല്ലണോന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രിയെ ഞാനൊരു ഗുണ്ടേനെ അവിടേക്ക് പറഞ്ഞയക്കും. നിങ്ങൾ അയാൾക്ക് വാതിൽ തുറന്നെടുത്ത് സഹായിച്ചാൽ മാത്രം മതി. എല്ലാം മോളെ, അയാള് വന്നിട്ട് കല്യാണം എന്തിനും ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് വാതിൽ തുറന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരില്ലേ? ആര് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്? അയാൾ പൂട്ട് തല്ലി പൊളിച്ചതാന്ന് വിചാരിച്ചോളും. അയാൾ പൂട്ട് തല്ലി തുറന്ന് പൊട്ടിച്ചിട്ടേ അങ്ങോട്ടേക്ക് വരുള്ളൂ. എന്താ മതിയോ? ശരി, ഞാൻ വാതിൽ തുറന്നു കൊടുത്തോളാം. പക്ഷെ മോളെ, ഒരു പക്ഷേയില്ല. അല്ല, നമുക്ക് തിരിച്ചടികളോട് തിരിച്ചടികളാണ്. ഇതും നമ്മുടെ തലയിൽ തന്നെ ആകുമോ? എനിക്കെന്തോ മനസ്സിൽ വരാത്തൊരു പേടി പോലെ തോന്നുവാണ്. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മാത്രം മതി. നോക്ക്, നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്തിട്ട് കല്യാണി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ എന്റെ പെറ്റമ്മയായിട്ട് അംഗീകരിക്കും. അപ്പൊ താരയോ? താര, അവൾക്ക് ഞാനും കല്യാണിയും ഒരുപോലെയാണല്ലോ. അതുകൊണ്ട് അവരെക്കാളും സ്നേഹം നിങ്ങൾക്കാണ് എന്നോടെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. നിങ്ങൾക്ക് ഈ ലോകത്ത് എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ പെറ്റമ്മയായിട്ടുള്ള താര എന്നെയും ആ കല്യാണി, ആ ദരിദ്രവാസി കല്യാണിനേക്കാൾ ഒരുപോലെയാണ് കാണുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ പോലത്തെ ഒരു അമ്മേനെ എനിക്ക് മതി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരണമെന്ന്. ശരി മോളെ, ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തു തരാം. അപ്പൊ രാത്രി ഞാൻ നിങ്ങളെ മിസ് കോൾ അടിക്കും. ആ സമയത്ത് നിങ്ങൾ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ മാത്രം മതി. ശരി എന്ന് പറയാണ്. അങ്ങനെ ഷാരി അവിടുന്ന് പോകുന്നുണ്ട്. ഷാരിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും കേട്ടോ, കാരണം മരിക്കാൻ സമയമായി, അതിന്റെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും ഷാരി ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് സരിയുവിന്റെ കോള് വരാനായിട്ട്. അങ്ങനെ ഒരു സമയം ഒരു 12:30 ആകുമ്പോ സരിയുവിന്റെ കോള് വരുന്നുണ്ട്. വാതിൽ തുറന്നോ എന്ന് പറഞ്ഞിട്ട് ഷാരി വേഗം പോയിട്ട് വാതിൽ തുറക്കാണ്. എന്നിട്ട് ഒന്നരത്തുപോലെ ഹോളിലേക്ക് ഇരിക്കാട്ടോ. ആ ഗുണ്ട നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്. കല്യാണിയാണെങ്കിൽ നല്ല ഉറക്കമാണ്. കല്യാണിന്റെ അടുത്തേക്ക് പോയിട്ട് അയാള് കല്യാണിനെ കത്തി വെച്ച് കുത്താൻ വേണ്ടി പോകാട്ടോ. അങ്ങനെ കൈ ഉയർത്തി ആ കത്തി കുത്താൻ വേണ്ടി പോകുമ്പോഴേക്കും കല്യാണി പെട്ടെന്ന് കണ്ണു തുറക്കാണ്. അയ്യോ ആന്റി, ഓടിവാ ഓടിവാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ഷാരിയാണെങ്കിൽ ഈശ്വര, അവൾ നില വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവള് കണ്ടു കാണുമായിരിക്കും. ഗുണ്ടേനെ എങ്ങനെയൊക്കെയോ കീഴ്പ്പെടുത്താൻ വേണ്ടി കല്യാണി ശ്രമിക്കുന്നുണ്ട്. കല്യാണി പെട്ടെന്ന് ലൈറ്റ് ഇടുവാട്ടോ. പെട്ടെന്ന് ഗുണ്ടക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട വേറെ നിവർത്തിയില്ല. അയാൾ ഓടി നിലത്തേക്ക് വരുവാണ്. ആ സമയത്ത് ഷാരി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോ അയാളെ ഷാരി ഇരുട്ടത്തുനിന്നല്ലേ നിൽക്കുന്നത്. ഇയാളും ഇരുട്ടത്തുനിന്ന് ഓടി വരുന്നത് കൊണ്ട് തന്നെ ഷാരിനെ കാണുമ്പോൾ അത് പെണ്ണാണോ ആണാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ആരോ തന്നെ തല്ലാൻ വേണ്ടി വന്നതൊക്കെയാണ് ഈ ഗുണ്ടയുടെ വിചാരം. ഗുണ്ട തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഷാരിയുടെ വയറ്റിട്ട് ഒരൊറ്റ കുത്തു കുത്തിയിട്ടാണ് അവിടെ നിന്ന് ഓടി പോകുന്നത് കേട്ടോ. ഷാരി അപ്പൊ തന്നെ അയ്യോ അമ്മേന്ന് വേണ്ടി നിലത്തിങ്ങനെ പെടഞ്ഞിങ്ങനെ മരിക്കാൻ വേണ്ടി ഇങ്ങനെ മരണവെപ്പളം കാണിക്കാണ്. കല്യാണി അവിടേക്ക് ഓടി, അയ്യോ ആന്റി നമ്മുടെ ലേറ്റ് ഇടുമ്പോഴേക്കും കല്യാണി ഞെട്ടിപ്പോവാണ്. നോക്കുമ്പോ ഷാരി ചോരയിൽ കുടിച്ചങ്ങനെ കിടക്കുവാട്ടോ. ആന്റി ആന്റി എന്ന് പറയുമ്പോഴേക്കും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, കിരണേട്ടനെ വിളിക്കാം, ആംബുലൻസ് വിളിക്കാം. വേണ്ട മോളെ, ആരെയും വിളിക്കണ്ട, എന്റെ സമയമായി, ഞാൻ പോകുക മോളെ, നിന്നോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ എന്നോട് ക്ഷമിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി പെട്ടെന്ന് കണ്ണടക്കുവാട്ടോ. അങ്ങനെ ഷാരി മരിച്ചു. നാളത്തെ എപ്പിസോഡിൽ ഷാരിയുടെ മരണവും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ സരിയു കാരണം തന്റെ അച്ഛനും വിക്രവും ഇപ്പൊ തന്റെ പോറ്റമ്മയും മരിച്ചിരിക്കുന്നു. എന്തായാലും ഇനി അടുത്തത് സരിയു തന്നെയാണ്. ഇനി വേറെ ആരും ഇല്ലല്ലോ. താര കിട്ടുവാനോ വരുന്നത്, കാരണം ഇത്രയൊക്കെ സരിയു കാണിച്ചു കിട്ടും. താര ഒരു വാക്ക് പോലും മിണ്ടില്ലല്ലോ. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ താരക്കും ഒരു കൊട്ട് കിട്ടേണ്ടത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.